വചന സ്നേഹിതരെ, തപസ്സുകാലം 4-ാം ഞായറിലേക്ക് വചനയാത്ര നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ തിരുവചന ഭാഗത്തിൻ്റെ സന്ദേശം 6 പോയിൻ്റുകളായി ക്രമീകരിക്കുകയാണ്. ആമുഖമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ജന്മന അന്ധൻ യേശുവിൻ്റെ സഹതാപം സ്വീകരിച്ചു എന്നതാണ്. ആരും ആവശ്യപ്പെടാതെ യേശു അന്ധനെ സുഖമാക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 1. യേശുവിനോടുള്ള കുരുടൻ്റെ പ്രതികരണം. ഏതാണ്ട് 5 പ്രതികരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 1, യേശുവിനോട് കുരുടൻ ആദ്യമായി അപരിചിതമായ രീതിയിലാണ് പ്രതികരിച്ചത്. യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി കണ്ണുകളിൽ പുരട്ടി ശീലോഹായിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ കഴുകി, കാഴ്ച കിട്ടി. 2ാമത്തെ പ്രതികരണം, യേശു ഒരു പ്രവാചകനാണെന്ന് കുരുടൻ തിരിച്ചറിയുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കുരുടൻ ആദ്യമേ യേശുവിൻ്റെ മഹത്വവും സ്വഭാവ സവിശേഷതകളും അനുഭവിച്ചറിഞ്ഞു. കുരുടൻ്റെ 3ാമത്തെ പ്രതികരണം, യേശു പാപിയാണെന്ന് പറഞ്ഞ ഫരിസേയരോട് കുരുടൻ പറഞ്ഞു, അവൻ പാപിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുരുടൻ യേശുവിനെ ഇങ്ങനെ കണ്ടു, കാഴ്ച നൽകിയവൻ പാപമില്ലാത്തവനാണ്. ഇതാണ് കാഴ്ചയ്ക്കുള്ളിലെ കാഴ്ച, അതായത് യഥാർത്ഥ കാഴ്ച. നാം കാണേണ്ടത് ഇത് തന്നെയാണ്. കുരുടൻ്റെ 4ാമത്തെ പ്രതികരണം സത്യമായിട്ടും യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്നതാണ്. ഇത് വളർച്ചയിലെ മറ്റൊരു ഘട്ടമാണ്. കുരുടൻ്റെ 5ാമത്തെ പ്രതികരണം യേശുവിനെ ആരാധിക്കുകയും മനുഷ്യപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. കുരുടൻ ലഭിച്ച കാഴ്ച അഥവാ നിത്യരക്ഷ ആത്യന്തികമായി ദൈവദാനമാണ്. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഇത് ദൈവത്തിൽ നിന്നാണ് എന്നറിയുകയും ചെയ്യുന്നു. യോഹന്നാൻ 7:17. 2. വിശ്വാസം സിദ്ധാന്തങ്ങളുടെ കൂമ്പാരമല്ല, മറിച്ച് അത് അനുഭവത്തിൻ്റെ ആകത്തുകയാണ്. ഫരിസേയരുടെ പണ്ഡിതോചിതമായ ചോദ്യങ്ങൾ, കുരുടൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നുള്ള ഉത്തരങ്ങൾ, കുരുടൻ അനുഭവിക്കുന്നത് ശക്തമായ പ്രലോഭനങ്ങളാണ്. എങ്കിലും അവൻ സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിജയം വരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ്. ഉള്ളവർക്ക് സ്വർഗീയ പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യവും കരുണയും അനുഭവിക്കാൻ കഴിയില്ല. അവിശ്വാസം കൊണ്ടും മുൻവിധി കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മനസ്സന്ധമാക്കിയവർക്ക് ജീവിതം മുമ്പോട്ട് നീക്കുവാനും സാധ്യമല്ല. 3. കുരുടൻ്റെ കണ്ണ് തുറന്നത്. രക്ഷകന്റെ ആഗമനം വെളിപ്പെടുത്തുന്ന അത്ഭുതമാണിത്. രക്ഷകന്റെ വരവിൽ കുരുടരുടെ കണ്ണുകൾ തുറപ്പിക്കപ്പെടും എന്ന് ഏശയ്യാ 29:18 സ്നാപകന്റെ ശിഷ്യന്മാർക്ക് യേശു നൽകുന്ന മറുപടിയിൽ അന്ധർ കാണുന്നു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതും മത്തായി 11:5. ഇത് സൂചന നൽകുന്നത് കുരുടൻ്റെ കണ്ണ് തുറന്നത് ദൈവമാണ്, മിശിഹായാണ് എന്ന വ്യക്തമായ ബോധ്യമാണ്. ഈശോ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കിയത്. പ്രതീകമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. മനുഷ്യൻ ആദ്യമായി ദൈവം സൃഷ്ടിച്ചത് കുതിർന്ന മണ്ണുപയോഗിച്ചാണ്. മനുഷ്യ സൃഷ്ടിയിൽ ദൈവകരം കൊണ്ട് പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നു. ഉൽപ്പത്തി 2:7.
ഇത് മനുഷ്യൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുന്നു. അതിനാൽ അന്ധനെ സുഖപ്പെടുത്തുന്ന ഈ കർമ്മത്തെ നവസൃഷ്ടി എന്നും പറയാം. അന്ധൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ലേപനക്രിയയാണ്. യേശുവിൻ്റെ പ്രവൃത്തിയെ അന്ധൻ ലേപനം ചെയ്യലായാണ് കാണുന്നത്. അതായത് അന്ധനെ രാജകീയ പുരോഹിതനായി അഭിഷേകം ചെയ്തുകൊണ്ട് തൻ്റെ പൗരോഹിത്യത്തിൽ യേശു അവനെ പങ്കുകാരനാക്കി എന്ന് പറയാം. വെറും യാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു. അജ്ഞനായിരുന്ന അന്ധൻ അഭിഷേകം വഴി നിയമജ്ഞരെ മുട്ടുകുത്തിക്കുന്നു. ആത്മധൈര്യമെന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം അന്ധന് ലേപനത്തിലൂടെ ലഭിച്ചു. ഒരു പരിധിവരെ ഈ അന്ധൻ തിരുപ്പട്ടവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചവനായി മാറുന്നു. കണ്ണ് തുറന്നു കൊടുക്കുമ്പോൾ കാണേണ്ട കാര്യങ്ങളൊക്കെ ഈ അന്ധൻ കാണുന്നു എന്ന് പറയാം. 4. യേശുവിനെ ഒറ്റപ്പെടുത്താനായി ഫരിസേയർ ഉപയോഗിച്ച മാർഗം അവർ ചില ഓമന പേരുകൾ വിളിച്ചു. ഒന്ന്, യേശുവിനെ സമരിയാക്കാരനെന്ന് വിളിച്ചു, യോഹന്നാൻ 8:48. 2, യേശുവിന് പിശാചുണ്ടെന്ന് പറഞ്ഞു. 3, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് വിളിച്ചു. 4, വീഞ്ഞുകുടിയൻ, ഭോജനപ്രിയൻ എന്നൊക്കെ വിളിച്ചു. 5, കുരുടൻ യേശുവിനെ പ്രഘോഷിക്കുന്നു. കുരുടൻ്റെ മാതാപിതാക്കൾ യഹൂദരെ ഭയന്ന് യേശുവിൻ്റെ പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നില്ല. പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ പലരും സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, സുഹൃത്തുക്കൾ ഉപേക്ഷിക്കാതിരിക്കാൻ, സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ യേശുവിനെ പ്രഘോഷിക്കുന്നതായി നാം കാണുന്നില്ല. അവർ പ്രാധാന്യം നൽകുന്നത് യേശുവിനല്ല എന്ന് വ്യക്തം. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിലൂടെയാണ് യേശു മഹത്വപ്പെടേണ്ടത്. നമ്മളെ പുറത്താക്കിയാലും യേശുവിനെ നാം ദുഷിച്ച് പറയണോ? വീണ്ടും കുരുടൻ ചെയ്തതുപോലെ നാമും പരസ്യമായി സാക്ഷ്യം നൽകേണ്ടവരല്ലേ? 6, വിശ്വാസം ഇന്നത്തെ ലോകത്ത് പ്രഘോഷിക്കാൻ ഇന്നത്തെ തലമുറ പഴയ തലമുറയിൽ നിന്നും ഈ തലമുറയിൽ നിന്നും കാണേണ്ടത് 5 കാര്യങ്ങളാണ്. 1, സന്മാതൃകയും നീതിനിഷ്ഠവുമായ ഒരു ജീവിതം. 2, കരുണാർദ്രമായ പ്രവൃത്തികൾ. 3, പരസ്പര സ്നേഹവും സാഹോദര്യവും. 4, ഭക്താനുഷ്ഠാനങ്ങൾ. 5, കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും. ഇവയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുകയും വിശ്വാസ ജീവിതം നമ്മൾ പരിപോഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ കുരുടനെ പോലെ നമുക്കും യേശുവിൻ്റെ അടുക്കലെത്താം. യേശു നമ്മെ സ്പർശിക്കട്ടെ. ആ സ്പർശനം കൊണ്ട് നമുക്ക് ഈ കുരുടനെ പോലെ യേശുവിനെ പ്രഘോഷിക്കാം. നമുക്ക് ഉള്ളിലകത്തോട്ട് പ്രവേശിക്കാം. ഉൾക്കാഴ്ചകൾ അത് യേശുവിനെ കാണുവാനും യേശുവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യാനുമായിരിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.